ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ സ്വാഗതം. അപ്പം നമ്മൾ വേറെ കറങ്ങാൻ പോയിട്ടാണ്. മുമ്പേ കുറേ പാർക്കുണ്ടായിരുന്നു, അതൊക്കെ പോയി. നമ്മൾ കഴിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, അപ്പം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടക്കുകയാണ് ഗൈസ്. നമ്മൾ ട്രെയിനിൽ കൂടെ പോയ പിന്നെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയാം. അതൊന്നും നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ കഴിക്കാൻ പോകണം. പിന്നെ അമ്പാടി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വേദി കുറേ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഭക്ഷണം വരെ എത്ര നേരമായിട്ടും ഭക്ഷണം വരുന്നത്. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം വന്നു. അമ്പാടിയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യുന്നു. പിന്നെ ഫൈനലി നമ്മുടെ ബിരിയാണി വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ സലാഡെന്ന് പറഞ്ഞാൽ അവർ മോര് മാത്രമാണ് തന്നത്. പിന്നെ അതാ കുറേ മണ്ണിക്കുള്ളൊക്കെ ഓടിക്കളിച്ചു. അവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, കവിളത്തിൽ ചെന്ന് ഇരിക്കാത്രേ ഉള്ളൂ. പിന്നെ ബീച്ചിൻ്റെ സ്ഥലത്തോട്ട് നമ്മൾ പോയില്ല, വെയിലായതുകൊണ്ട്. നമ്മൾ ഉച്ച സമയത്താണ് പോയത്. പിന്നെ 4 തൂണുള്ള ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം അതവിടെ ഇരിക്കട്ടെ. പിന്നെ കുറേ പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെടികളായിരുന്നു. പിന്നെ നമ്മളൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പേരുള്ള ഒരു ബ്രിഡ്ജിൻ്റെ മണ്ടേ കൂടെ പോയി. അത്ര ഫ്ലോട്ടിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നോർമൽ പാലത്തിൻ്റെ പുറത്തൊക്കെ പോകുന്ന പോലെ തോന്നുന്നു. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് പോയി നോക്കി. അപ്പം പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീമൊക്കെ കാശൊക്കെ എടുത്തോണ്ട് പോയി. അതൊക്കെ നിങ്ങൾ വഴിയെ കണ്ട് മനസ്സിലാക്കുക. പഴയതോ കക്കൻ്റെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. വേദുവിൻ്റെ ഊഞ്ഞാൽ ചെറുതായിട്ട് വേദു പെട്ടെന്ന് കയറി. നമുക്ക് കാക്ക അതെടുത്തോണ്ട് പോയ വീഡിയോ കാണാം. വേദു സ്ട്രോബെറി ഐസ്ക്രീം, ഞാൻ വാനില ഐസ്ക്രീം, ചോക്കോ ബാർ. പിന്നെ അമ്പാടി ഒരു ഗ്രേപ്സിൻ്റെ ഒരു 10 രൂപയുടെ ഐസ്ക്രീമായിരുന്നു വാങ്ങിച്ചിരുന്നത്. അപ്പം അതെല്ലാം കാക്കയ്ക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടി കാണാം, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, നമുക്കിത് കാക്കയ്ക്ക് കൊടുത്തോ. അമ്പാടിയെ വിളിക്കാൻ സമയം. കാക്ക ഐസ്ക്രീം